ഹായ് ഹലോ, ഞാൻ ഷെയ്ബ. നമ്മൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു സംശയമാണ് മനസ്സിൻ്റെ അസുഖം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മനസ്സിൻ്റെ അസുഖം എങ്ങനെയൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. മനസ്സിൻ്റെ അസുഖം എന്ന് പറയുന്നത് നമ്മളെ തലച്ചോറിന് ബാധിക്കുന്ന ഒരു അസുഖമാണ്. തലച്ചോറിനെന്ന് വെച്ചാൽ നമ്മൾ ചിന്തയെയും പ്രവൃത്തിയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിലൊരു ഏരിയയുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ഒരു ബാഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മളെ മനസ്സിൻ്റെ രോഗങ്ങൾക്ക് കാരണമാവുന്നത്. മനസ്സിൻ്റെ രോഗങ്ങൾ വരാൻ 3 റീസൺസാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് ബയോളജിക്കൽ കോസ്. നമ്മൾ ബ്രെയിനിൽ ഒരുപാട് രാസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഹോർമോൺസ് സെക്രീറ്റ് ആവുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നോർമലായിട്ടുള്ള ഒരാളുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും കുറവോ അല്ലെങ്കിൽ കൂടുതലോ അത് പ്രൊഡ്യൂസ് ആകുമ്പോൾ അവിടെ ഒരു വേരിയേഷൻസ് സംഭവിക്കുകയാണ്. അത്തരം ആളുകളിൽ മാനസിക രോഗം വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. സെക്കൻഡ് വൺ ആണ് സോഷ്യൽ കോസസ്, സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒറ്റപ്പെട്ട ജീവിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ ചില ആളുകൾക്ക് ഒറ്റപ്പെട്ട ജീവിതം എന്ന് പറയുന്നത് എൻജോയ് ചെയ്യുന്നവരുണ്ടാകും, ചില ആളുകൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കാണുന്നവരുണ്ടാകും. ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒറ്റപ്പെട്ട ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നവരെ, അല്ലെങ്കിൽ നമുക്ക് തൊഴിലില്ലായ്മ, ഒരുപാട് ട്രൈ ചെയ്തിട്ട് നമുക്ക് ജോലിയൊന്നും ശരിയാവാത്ത ഒരവസ്ഥ, പിന്നെ ദാരിദ്ര്യം, നമുക്ക് സാലറി കിട്ടിയിട്ടും സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ നമ്മളെ മൈൻഡ് വല്ലാതെ ഡള്ളായിപ്പോവും. അപ്പോഴൊക്കെ നമുക്ക് ഈ രോഗം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ലാസ്റ്റ് വൺ ആണ് സൈക്കോളജിക്കൽ കോസസ്. ഇത് പേഴ്സണലി നമുക്ക് ഫീൽ ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നമുക്ക് കോൺഫിഡൻസ്, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ പാരൻസ് തമ്മിലുള്ള വഴക്ക്, നമുക്കത് ഭയങ്കര ഇമോഷണലി നമ്മളെ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ അത്. പിന്നെ നമുക്ക് ഒരുപാട് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് ഈ അസുഖം വരാൻ ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഇനി നമ്മൾ മാനസിക ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ എല്ലാ വീഡിയോസിലും ഷെയർ ചെയ്യുന്നതാണ്. മാനസികാരോഗ്യത്തിന് വേണ്ടി, മാനസികാരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചോദിച്ചാൽ, നമുക്ക് നമ്മൾ ലൈഫ് സ്റ്റൈൽ നല്ല അടിപൊളിയാക്കുക. നമ്മൾ ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക. ലൈഫ് സ്റ്റൈൽ പറഞ്ഞാൽ നമ്മൾ എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മളെ ഉറക്കം, ഫുഡ്, നമ്മളെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഉറക്കം മാക്സിമം 8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഭക്ഷണക്രമം അതാത് ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാൻ ട്രൈ ചെയ്യുക. പിന്നെ നല്ല സൗഹൃദങ്ങൾ, നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഹാപ്പി ആവാനുള്ള അവസരങ്ങൾ, നമുക്ക് ചിരിക്കാനുള്ള അവസരങ്ങളിലൊക്കെ മാക്സിമം അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ മെൻ്റൽ ഹെൽത്ത് എന്തായിട്ടും ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.